നമ്മൾ കുറച്ച് നാളായിട്ട് വിചാരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ കയ്യിലുള്ള ഈ രണ്ട് വലിയ ആൽബിനോ ജയന്റ് ഗൗരാമികൾ, അതായത് ഈ രണ്ട് ബക്കറ്റുകളിൽ കാണുന്ന ആൽബിനോ ജയന്റ് ഗൗരാമികളെ കുറച്ചും കൂടി വലിയ സ്പേസിലേക്ക് മാറ്റണം എന്നുള്ള കാര്യം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബക്കറ്റിൽ അവർ വെക്കേണ്ട മാക്സിമം സൈസ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തിട്ട് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അവർക്കധികം ഗ്രോത്ത് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ബാക്കി അവിടെ കാണുന്ന 3 ബക്കറ്റിൽ കിടക്കുന്നത് നമ്മുടെ ബ്ലാക്ക് ജയന്റ് ഗൗരാമികളാണ്. അവരെ ചെറിയ ചെറിയ സൈസിൽ നമ്മൾ വാങ്ങിയിട്ടതാണ്. അവർ കുറച്ചും കൂടി സൈസ് ആയിട്ടുണ്ട്. ഇവരുടെ സൈസ് ആയിട്ടില്ല, ഈ ആൽബിനോ ജയന്റ് ഗൗരാമികളുടെ സൈസ് ആയിട്ടില്ല. അവരുടെ ഒരു മുക്കാൽ ഭാഗമൊക്കെ ആയി കാണും സൈസ്. അപ്പോൾ ഇവർ അത്യാവശ്യം സൈസ് ആയിട്ടുണ്ട്. ഇതിനകത്ത് ഈ ഒരു 50 ലിറ്ററിൻ്റെ ബക്കറ്റിൽ വളരാവുന്ന സൈസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് പ്ലാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരെയും നമ്മുടെ ഔട്ട്ഡോർ ടാങ്കിലേക്ക് മാറ്റാനാണ് വിചാരിക്കുന്നത്. ഈ ഒരു ടാങ്ക് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതല്ല, ഇത് ഫ്രിഡ്ജ് ബോക്സ് ആണ്. അതിനകത്തൊരു ബ്ലാക്ക് ജയന്റ് ഗൗരാമിയാണ് കിടക്കുന്നത്. ഇതാണ് നമ്മുടെ ഔട്ട്ഡോർ ടാങ്ക്. ഇതിനകത്ത് 3 വലിയ ബ്ലാക്ക് ജയന്റ് ഗൗരാമികൾ കിടക്കുന്നുണ്ട്. വലിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൽബിനോ ജയന്റ് ഗൗരാമികളെക്കാളും കുറച്ചും കൂടി വലിയ സൈസാണ്. 3 എണ്ണമാണ് ഇതിനകത്ത് കിടക്കുന്നത്. പിന്നെ ഓസ്കാറുകൾ കിടക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ സക്കർ കാറ്റ് ഫിഷുകൾ കിടക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ ചെറിയ ഗൗരാമികളായിട്ടുള്ള ബ്ലൂ ഗൗരാമി, ഗോൾഡൻ ഗൗരാമിയൊക്കെ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ വലിയ സൈസിലുള്ളത് ഇതിനകത്ത് ഓസ്കാറുകളും പിന്നെ നമ്മുടെ 3 ബ്ലാക്ക് ജയന്റ് ഗൗരാമികൾ മാത്രമാണ്. അപ്പോൾ ഇതിനകത്ത് എണ്ണം അത്ര അധികമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ആൽബിനോകളെ ഇതിലേക്ക് മാറ്റാൻ പറ്റും. ആൽബിനോകൾ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3-4 എണ്ണത്തിന് കൂടി നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യാം. അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ടാങ്കാണ്. പക്ഷേ ഈ ഒരു ഔട്ട്ഡോർ ടാങ്കിൽ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ മീനുകളൊന്നും ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. കാരണം അങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് വാട്ടർ ചേഞ്ച് ചെയ്യാനും പെട്ടെന്ന് വെള്ളം മോശമാകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് ഉള്ള ക്വാണ്ടിറ്റി നോക്കിയിട്ട് മാത്രമാണ് ഔട്ട്ഡോർ ടാങ്കിൽ ഇടാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഒരു 10 എണ്ണം വരെ അതിനകത്ത് ഇടാം. അതായത് വലിയ സൈസ് ആകുന്ന ഇത്തരത്തിലുള്ള മീനുകൾ ഒരു 10 എണ്ണം വരെയൊക്കെ നമ്മുടെ ഔട്ട്ഡോർ ടാങ്കിൽ ഇടാം. അതിൽ കൂടുതലൊന്നും നമ്മൾ ഇടാനായിട്ട് പ്ലാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോണത് ഈ 2 ബക്കറ്റിലെ വെള്ളം കളഞ്ഞിട്ട് അതിനകത്ത് 2 ആൽബിനോ ജയന്റ് ഗൗരാമികളെ പിടിച്ച് നമ്മൾ ഔട്ട്ഡോർ ടാങ്കിലേക്ക് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ പിടിച്ച് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ട്രാൻസ്പാരൻറ്റ് കണ്ടെയ്നറിൽ ഇടുന്നുണ്ട്. നമ്മളിത് ഇവിടെ ഒരു ട്രാൻസ്പാരൻറ്റ് കണ്ടെയ്നറിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇട്ട് നമ്മൾ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ 360 ഡിഗ്രി ഫുള്ളായിട്ട് എല്ലാ സൈഡിൽ നിന്നും കാണിച്ചു തരാം. അതിന് ശേഷമായിരിക്കും നമ്മൾ ഔട്ട്ഡോർ ടാങ്കിൽ കൊണ്ട് ഇടുന്നത്. ഈ 2 ബക്കറ്റുകളിലായിട്ട് കിടക്കുന്ന ആൽബിനോ ജയന്റ് ഗൗരാമികൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ വളരെ ചെറിയ സൈസിൽ വാങ്ങിയതാണ്. 2 ഇഞ്ചൊക്കെയുള്ള സമയത്ത് നമ്മൾ വാങ്ങിയതാണ്. അതുമാത്രമല്ല, ഈ അടുത്ത് നമ്മൾ 2 എണ്ണത്തിനെ ചെറിയതിനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇൻഡോർ വെച്ചിരിക്കുകയാണ്, ചെറിയ കണ്ടെയ്നറിലാക്കിയിട്ട് കണ്ടീഷൻ ചെയ്യാനായിട്ട്. ഇപ്പോൾ 2 ആഴ്ച ആയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ആഴ്ച കൂടുതലൊന്നും നമ്മൾ ആ ചെറിയ ആൽബിനോ ജയന്റ് ഗൗരാമികളെ ഇൻഡോർ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ബക്കറ്റുകളിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയും കൂടി ഭാഗമായിട്ടാണ് നമ്മൾ ഈ വലിയ ആൽബിനോ ജയന്റ് ഗൗരാമികളെ നമ്മൾ ഔട്ട്ഡോർ ടാങ്കിലേക്ക് മാറ്റുന്നത്. ഇവരെ നമ്മൾ ഔട്ട്ഡോർ ടാങ്കിലേക്ക് മാറ്റിയതിന് ശേഷം ഈ കണ്ടെയ്നറിലെ വെള്ളമൊക്കെ മാറ്റി സോൾട്ടൊക്കെ ഇട്ടൊന്ന് കണ്ടീഷൻ ആക്കിയതിന് ശേഷം നമ്മൾ ചെറിയ ജയന്റ് ഗൗരാമികളെ ഈ ബക്കറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും. അത് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. കാരണം നമുക്ക് 1-2 ദിവസത്തെ ബ്രേക്ക് വേണം. അതിന് ശേഷമായിരിക്കും നമ്മൾ ചെറിയ ജയന്റ് ഗൗരാമികളെ ഈ ബക്കറ്റിലേക്ക് ആഡ് ചെയ്യുന്നത്. കാരണം ഈ വെള്ളം നിറച്ച് അതിലേക്ക് സോൾട്ടൊക്കെ ആഡ് ചെയ്ത് നമുക്കൊന്ന് കണ്ടീഷൻ ചെയ്യാനുണ്ട് ഒരു ദിവസം, അറ്റ്ലീസ്റ്റ് 1-2 ദിവസം. അതിന് ശേഷമായിരിക്കും നമ്മൾ ചെറിയ ജയന്റ് ഗൗരാമികളെ ഈ 2 ബക്കറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മളിപ്പോൾ ഈ 2 വലിയ ജയന്റ് ഗൗരാമികളെ ഔട്ട്ഡോർ ടാങ്കിലേക്ക് മാറ്റുന്നത്. മാത്രമല്ല, അവരുടെ സൈസ് ഞാൻ നേരത്തെ പറഞ്ഞു, അത്യാവശ്യം ഈ ഒരു ബക്കറ്റിൽ വളരാവുന്ന സൈസ് ആയിട്ടുണ്ട്. ഇനി ഇതിലിട്ട് കഴിഞ്ഞാൽ അവരുടെ ഗ്രോത്തിനെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യത്തെ ആൽബിനോ ജയന്റ് ഗൗരാമിയെ പിടിച്ചിട്ടുണ്ട്. വല ഉപയോഗിച്ചിട്ടാണ് ഞാൻ പിടിച്ചത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ചില സമയത്തൊക്കെ നമ്മൾ ഈ കണ്ടെയ്നർ തന്നെ ഇറക്കി അതിലേക്ക് കയറ്റി എടുക്കാറുണ്ട്. പക്ഷേ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വെള്ളം ഫുള്ള് അഴുക്കായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഫ്രഷ് വെള്ളം നിറച്ചിട്ടാണ് പിന്നെ വല ഉപയോഗിച്ച് പിടിച്ച് ഈ ഒരു കണ്ടെയ്നറിലേക്ക് ഇടുകയാണ് ചെയ്തത്. അങ്ങനെ ഇടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ഇവർ പിടയ്ക്കുന്നുണ്ട്. അങ്ങനെ പിടയ്ക്കുന്ന സമയത്ത് എങ്ങാനും നമ്മൾ ഈ കണ്ടെയ്നറിലേക്ക് ഇടുന്ന സമയത്ത് അവരുടെ സൈഡ് എങ്ങാനും ഈ പ്ലാസ്റ്റിക്കിൻ്റെ എഡ്ജിലെങ്ങാനും തട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡാമേജ് ആവും. എന്തായാലും പ്രശ്നമൊന്നും പറ്റിയില്ല. ഡയറക്റ്റ് വെള്ളത്തിലേക്കാണ് നമ്മൾ ഇറക്കിയത്. അത്യാവശ്യം നല്ല ഫിഗറിലാണ് ഇരിക്കുന്നത്. ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊന്നും കാണുന്നില്ല. അതായത് പൊതുവേ സ്ട്രക്ചറിൽ എന്തെങ്കിലും പ്രോബ്ലം നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഒന്നും കാണുന്നില്ല. പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു, ഇവർ ആൽഗെ വാട്ടറിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ബോഡിയുടെ കളറും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പ്രിസർവ് ആവുന്നുണ്ട്. അതായത് സൺലൈറ്റ് അടിക്കുന്ന സമയത്തൊക്കെ ചില സമയത്ത് കളർ ഫെയ്ഡ് ആവുക അല്ലെങ്കിൽ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഈ വൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റിന് ലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഒരു ഗോൾഡൻ കളർ വരും എന്ന് നമ്മൾ ഈ അടുത്ത് ഒരു ബ്രീഡറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു. നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ആൽബിനോടെ പോലെ തന്നെ വേറൊരു വെറൈറ്റി ഉണ്ട്, പിങ്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളതിനെ മുമ്പ് വൈറ്റ് ബ്ലാക്ക് ഐ എന്നാണ് നമ്മുടെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് സെയിം തന്നെയാണെന്നാണ് ബ്രീഡർ പറഞ്ഞത്. അതായത് വൈറ്റ് ബ്ലാക്ക് ഐയും ഈ പിങ്ക് എന്ന് പറയുന്ന വെറൈറ്റിയും സെയിം തന്നെയാണ്. വൈറ്റ് ബ്ലാക്ക് ഐ എന്ന് പറയുന്ന ആ ഒരു വെറൈറ്റി നമ്മൾ സൺലൈറ്റിൽ അടിക്കുന്ന ടാങ്കുകളിട്ട് വളർത്തി കഴിഞ്ഞാൽ അതിൻ്റെ ശരീരത്തിൽ പിങ്ക് കളർ കയറി വരുന്നതാണ് പറഞ്ഞത്. ആ ഒരു സംഭവം നമ്മൾ ഈ ഒരു ആൽബിനോയിലും കാണുന്നുണ്ട്. നമ്മുടെ ഈ ആൽബിനോകളുടെ കളറിലും
ഈ ഒരു പിങ്ക് കളറ് നമ്മൾ കാണുന്നുണ്ട് ചില സമയത്ത്. എനിക്ക് തോന്നുന്നു അത് ഈ പറഞ്ഞ പോലെ സൺലൈറ്റൊക്കെ അടിക്കുന്നത് കൊണ്ടായിരിക്കാം ഈ ഒരു വൈറ്റ് കളറിൽ ഈ ഒരു പിങ്ക് കളർ കയറി വരുന്നത്. അതേസമയം ബ്ലാക്ക് ജെയിൻറ്റ് ഗൗരാമിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ലൈറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഡയറക്റ്റ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വെള്ളം, ആൽഗയൊന്നും അടിക്കാത്ത വെള്ളത്തിലാണ് ഇടുന്നതെങ്കിൽ കളർ ഫെയ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ആൽഗെ വാട്ടറിലാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ മെജോറിറ്റി മീനുകൾക്കും അവരുടെ കളർ നല്ല രീതിയിൽ പ്രിസർവ് ആയിട്ട് കിട്ടും. അതായത് കളർ ഫെയ്ഡ് ആവില്ല എന്ന് ചുരുക്കം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ആൽബിനോ ജയൻറ്റ് ഗൗരാമിയെ നമ്മൾ ഈ ഒരു ടാങ്കിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുമായിട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട, ഇത് ആൽബിനോ ആണ്. ആൽബിനോ എന്ന് പറഞ്ഞാൽ വൈറ്റ് റെഡ് ഐ ആണ്. നേരത്തെ ഞാൻ പറഞ്ഞത് ബ്ലാക്ക് ഐ ആണ്, വൈറ്റ് ബ്ലാക്ക് ഐ. അത് തന്നെയാണ് പിങ്ക് എന്ന് പറയുന്നത് കേട്ടോ. വൈറ്റ് ബ്ലാക്ക് ഐ തന്നെയാണ് പിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സെയിം വൈറ്റ് ബ്ലാക്ക് ഐ ജയൻറ്റ് ഗൗരാമിയെ ലൈറ്റ് അടിക്കുന്ന ടാങ്കുകളിൽ ഇട്ട് വളർത്തുമ്പോഴാണ് അതിൻ്റെ ശരീരത്തിൽ പിങ്ക് കളർ കയറി വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ആൽബിനോയിലും ആ ഒരു പ്രതിഭാസം കണ്ടിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്. ആൽബിനോ എന്ന് പറയുന്നത് റെഡ് ഐ ആണ്, പക്ഷേ ഇതിൻ്റെ വൈറ്റ് ബോഡി ആയതുകൊണ്ട് ഈ പറഞ്ഞ പോലെ സൺലൈറ്റ് അടിക്കുന്ന ഏതെങ്കിലും സാഹചര്യത്തിൽ ഇട്ട് വളർത്തി കഴിഞ്ഞാൽ മുകൾ ഭാഗത്ത് ഇങ്ങനെ പിങ്ക് കളർ കാണാം. അപ്പോൾ ഈ ആൽബിനോ ജയൻറ്റ് ഗൗരാമിയെ ആൽബിനോ എന്ന് തന്നെയാണ് വിളിക്കുന്നത്, റെഡ് ഐ ആണ്. അതേസമയം ബ്ലാക്ക് ഐ ആണ്, വൈറ്റ് ബ്ലാക്ക് ഐ ആണെങ്കിൽ അതിനെ തന്നെയാണ് പിങ്ക് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ജയൻറ്റ് ഗൗരാമികളിൽ മെയിനായിട്ട് 4 വെറൈറ്റികളാണ് വരുന്നത്. ഒന്ന് ബ്ലാക്ക്, പിന്നെ ആൽബിനോ, അതായത് ഈ വൈറ്റ് റെഡ് ഐ വരുന്നത്, പിന്നെ വൈറ്റ് ബ്ലാക്ക് ഐ, അത് തന്നെയാണ് പിങ്ക്, പിന്നെ വരുന്നത് റെഡ് ടെയിലാണ്. അങ്ങനെ 4 വെറൈറ്റികളാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ആൽബിനോയെ നമ്മൾ ഇറക്കി വിട്ടിട്ടുണ്ട്. ഇതേ പുള്ളിക്കാരൻ കിടന്ന് നടക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല എനിക്ക് തോന്നുന്നു, കാരണം ഇതിനകത്ത് അഡ്ജസ്റ്റ് ആവാനായിട്ടുള്ള ഒരു ചെറിയൊരു ഇത് കാണും. അതാണ് സാധാരണ നമുക്ക് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടാവാറുള്ളത്. കാരണം പെട്ടെന്ന് പുതിയൊരു ആംബിയൻസിലേക്ക് നമ്മൾ തുറന്ന് വിടുമ്പോൾ അവർക്ക് ആ ഒരു ടാങ്കുമായിട്ട് അഡാപ്റ്റ് ആവാനായിട്ട് കുറച്ച് സമയമെടുക്കും. ഇവർക്ക് അങ്ങനെ വെള്ളം വലിയ ഇഷ്യൂ ഉണ്ടാവാൻ സാധ്യതയില്ല, കാരണം ഇവർ ആ ബക്കറ്റിൽ കിടന്നത് ഈ ആൽഗെ വാട്ടറിൽ തന്നെയാണ്. ഇതും അത്യാവശ്യം നല്ല ആൽഗെ അടിച്ചെടുക്കുന്ന ഒരു ടാങ്കാണ്. അതുകൊണ്ട് വെള്ളമൊന്നും ഇഷ്യൂ ഉണ്ടാവാൻ വഴിയില്ല. പക്ഷേ ടാങ്കുമായിട്ട് അഡാപ്റ്റ് ആവാനുള്ള ഒരു സമയം എടുക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിനകത്ത് ഓൾറെഡി ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമികൾ കിടക്കുന്നുണ്ട്. സാധാരണ ഈ ബ്ലാക്ക് വെറൈറ്റിയാണ് ഈ ആൽബിനോയേക്കാളും കൂടുതൽ അഗ്രസീവായിട്ട് വരുന്നത്. അത് ഓസ്കാറുകളിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ബ്ലാക്ക് വൈറ്റിനേക്കാളും അഗ്രസീവ് ആയിരിക്കും. അപ്പോൾ അവർ എന്തെങ്കിലും അഗ്രഷൻ കാണിക്കും എന്നുള്ള ആ ഒരു ഡൗട്ടും മാത്രമേ നമുക്കുള്ളൂ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ആൽബിനോ ജയൻറ്റ് ഗൗരാമി. നമ്മൾ പിടിക്കുന്നതൊന്നും കാണിച്ചില്ല, നമ്മൾ ഡയറക്റ്റ് ഈ ഒരു കണ്ടെയ്നറിലേക്ക് എടുത്തിട്ടു. കാരണം എല്ലാം നമ്മൾ കാണിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത്ത് കൂടിപ്പോകും. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ പിടിച്ചിടുന്ന സീൻ കാണിച്ചത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തേനും പിടിച്ചത് ഇത് കണ്ടില്ലേ, ഇതിനെ മെയിലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കണ്ടില്ലേ, അതിൻ്റെ നെറ്റിയിൽ ഒരു ഹമ്പ് കാണുന്നുണ്ട്. ഹമ്പ് ഇതുപോലെ കാണുന്നത് മെയിലാണ്, ഫീമെയിലിന് ഇതുപോലെ ഹമ്പ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇതേപോലെ നല്ലൊരു മുഴ കാണുന്നുണ്ട്, കണ്ടില്ലേ നെറ്റിമേ. ഈ ഒരു മുഴ വരുന്നത് മെയിലുകൾക്കാണ്. ഫീമെയിലിനാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഹമ്പ് ഉണ്ടായിരിക്കും, പക്ഷേ ഇതേപോലെ വല്ലാതെ അങ്ങ് പുറത്തേക്ക് മുഴച്ച് നിൽക്കില്ല. അങ്ങനെ ഒരു വലിയ ഹമ്പാണെങ്കിൽ അത് മെയിലായിരിക്കും. അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്കൊരു മെയിലിൻ്റെ ലുക്കാണ് വരുന്നത്. നമ്മുടെ ആദ്യത്തെ ആൽബിനോ ജയൻറ്റ് ഗൗരാമിക്ക് ഹമ്പ്, ചെറിയൊരു ഹമ്പുണ്ട് നെറ്റിയുടെ ആ ഭാഗത്ത്, പക്ഷേ ഇത്രയും രീതിയിൽ അങ്ങോട്ട് മുഴച്ച് നിൽക്കുന്നില്ല, വല്ലാതെ അങ്ങ് പുറത്തേക്ക് തള്ളി നിൽക്കുന്നില്ല. അപ്പോൾ ചിലപ്പോൾ അത് ഫീമെയിൽ ആകാൻ സാധ്യതയുണ്ട്, ഇത് മെയിലാവാനും സാധ്യതയുണ്ട്. എങ്കിലും 100% നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും കുറച്ചും കൂടി ചെറുതാണ് നമ്മൾ ആദ്യം എടുത്തത്. അതിൻ്റെ സൈസ് കുറച്ചും കൂടി ചെറുതാണെന്ന് തോന്നുന്നു. ചിലപ്പോൾ അത് ചെറുതായതുകൊണ്ടായിരിക്കാം അതിൻ്റെ ഹമ്പ് കുറച്ച് ചെറുതായിട്ട് നിൽക്കുന്നത്. എന്തായാലും കുറച്ചും കൂടി വലുപ്പം വെച്ചാൽ മാത്രമേ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ മാത്രമല്ല, ഇവർ മെയിലും ഫീമെയിലും ആണെന്നുണ്ടെങ്കിൽ ഇവർ പെയറായിട്ടൊക്കെ നിൽക്കാൻ സാധ്യതയുണ്ട്. അതായത് രണ്ടുപേരും കൂടി ഒരുമിച്ച് നടക്കുന്നതൊക്കെ കാണാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഔട്ട്ഡോർ ടാങ്കിൽ നമ്മൾ കാണാറുണ്ട്, നമ്മുടെ ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമികൾ 3 എണ്ണം കിടക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനകത്ത് ഓൾറെഡി 3 എണ്ണം കിടക്കുന്നുണ്ട്. അതിൽ ഒരു വലിയ ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമി ഒരു ചെറുതും കൂടി എപ്പോഴും ഒരുമിച്ച് നടക്കുന്നത് കാണാം, ഒരുമിച്ച് നിൽക്കുന്നത് കാണാം ഒരു സ്ഥലത്ത്. എനിക്ക് തോന്നുന്നു അത് അവർ പെയറാണെന്ന് തോന്നുന്നു. പെയർ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നത്. അങ്ങനെ പെയറായിട്ട് നിൽക്കുന്ന പീസുകളെയൊക്കെ നമ്മൾ ഒന്ന് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത്. കാരണം ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് അവരുടെ നെറ്റി ഭാഗത്ത് ഈ പറഞ്ഞ പോലെ ഹമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, മെയിലാണെന്നുണ്ടെങ്കിൽ നല്ല വലിയ സൈസ് ഹമ്പായിരിക്കും, ഫീമെയിലാണെന്നുണ്ടെങ്കിൽ ഹമ്പ് ഉണ്ടായിരിക്കും, പക്ഷെ അത് വളരെ ചെറുതായിരിക്കും, നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ നോട്ടീസ് ചെയ്യില്ല. അങ്ങനത്തെ ഒരു ചെറിയ ഹമ്പാണ് ഫീമെയിലുകൾക്ക് വരുന്നത്. ഇപ്പോൾ ഈ 2 ആൽബിനോകൾ മെയിലും ഫീമെയിലും ആണ് എന്നുണ്ടെങ്കിൽ അവരങ്ങനെ ഫൈറ്റ് ചെയ്യാൻ സാധ്യതയില്ല. ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മിക്കവാറും 2 മെയിലുകളായിരിക്കും. ഫീമെയിലുകൾ അങ്ങനെ വല്ലാതെ ഫൈറ്റ് ചെയ്യാറില്ല, എങ്കിലും അവർ പെയറായിട്ട് നടക്കാൻ സാധ്യത കുറവാണ്. മെയിലും ഫീമെയിലും ആണെങ്കിൽ തന്നെയാണ് അവർ ഒരുമിച്ച് നടക്കാനൊക്കെ സാധ്യത, ഫൈറ്റ് ചെയ്യാതെ. പിന്നെ ഈ ഗൗരാമികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് സിക്ലിഡ് മത്സ്യങ്ങളെ പോലെയല്ല. അതായത് ഓസ്കാർ എന്ന് പറയുന്ന ഒരു സിക്ലിഡാണ്. ഓസ്കാറുകളെ നമ്മൾ ഒരു മെയിലിനെയും ഫീമെയിലിനെയും പിടിച്ച് ഒരു ടാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അവർ പെയർ ആയിക്കൊള്ളണമെന്നില്ല. അവർ നാച്ചുറലായിട്ട് തന്നെ പെയറാവണം, എന്നാൽ മാത്രമേ അവരെ ബ്രീഡ് ചെയ്യിക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. അതേസമയം ഗൗരാമി ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു മെയിലിനെയും ഫീമെയിലിനെയും എടുത്തിട്ട് ഒരു ടാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അവർ അവിടെ കിടന്ന് പെയറായിക്കോളും. ഗൗരാമി ഇനത്തിൽപ്പെട്ട എല്ലാ മത്സ്യങ്ങളും അങ്ങനെ തന്നെയാണ്.
അതായത് റാൻഡമായിട്ട് 2 എണ്ണത്തിനെ പിടിച്ചിട്ടാലും അവർ അതിനകത്ത് കിടന്ന് പെയറായി മെയ്റ്റായി ബ്രീഡ് ആയിക്കോളും. അതേസമയം നമ്മൾ സിക്ലിഡ് ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളൊന്നും അങ്ങനെ ആവില്ല. അതുകൊണ്ടാണ് പറയുന്നത് സിക്ലിഡ് മത്സ്യങ്ങളെ വളരെ ചെറിയ സൈസിൽ ഒരു 3-4 എണ്ണത്തിനെ ഒരുമിച്ച് വാങ്ങി നമ്മളൊരു ടാങ്കിലിട്ടിട്ട് അവർ ഏതെങ്കിലും പെയറായിട്ട് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ആ പെയറിനെ പിടിച്ച് മാറ്റുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഓസ്കാറിനെയൊക്കെ ആൾക്കാർ പലതും അങ്ങനെയാണ് ചെയ്യുന്നത്. പെയർ തിരിഞ്ഞ് നിൽക്കുന്നവയെ എന്നിട്ട് പിടിച്ച് മാറ്റി അവരെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ബ്രീഡ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഓസ്കാറിനെയൊക്കെ ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അവരുടെ ഈ പെയറിനെ സെറ്റാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ. എന്നാൽ നേരെ ഓപ്പോസിറ്റാണ് ഈ ഗൗരാമി ഇനത്തിൽപ്പെട്ട എല്ലാ മത്സ്യങ്ങളും. ഈസിയാണ് അവരെ പെയർ ചെയ്യിക്കാനും ബ്രീഡ് ചെയ്യിക്കാനും. ജസ്റ്റ് 2 എണ്ണത്തിനെ പിടിച്ചൊരു ടാങ്കിലിട്ടാൽ മതി. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ആൽബിനോ ജയൻറ്റ് ഗൗരാമിയെയും നമ്മൾ ഈ ടാങ്കിലേക്ക് ഇറക്കി വിട്ടിരിക്കുകയാണ്. രാവിലെ നമ്മൾ ഈ ടാങ്കിൽ എയറേഷൻ അങ്ങനെ കൊടുക്കാറില്ല. രാത്രിയാണ് നമ്മൾ എയറേഷൻ ഓൺ ചെയ്യാറുള്ളത്. മീനുകൾ ഇടാൻ നേരത്ത് ഞാൻ എയറേഷൻ കുറച്ച് നേരം ഓൺ ചെയ്തിട്ടിരുന്നു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ജയൻറ്റ് ഗൗരാമികളൊന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് കണ്ടില്ലേ, വെള്ളം ഇളകുന്നത് കണ്ടില്ലേ, എയറേഷൻ ഓൺ ചെയ്തിട്ടുണ്ട്. കാരണം പെട്ടെന്ന് ഈ പുതിയ മീനുകൾ വരുമ്പോൾ അതിനകത്ത് കിടക്കുന്ന ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമികൾ എങ്ങാനും അടുത്ത് ഒന്ന് ചെക്ക് ചെയ്യാനും ചിലപ്പോൾ കൊത്താനൊക്കെ സാധ്യതയുണ്ട്. ഉറപ്പില്ല, എങ്കിലും നമ്മൾ ജസ്റ്റ് അവരുടെ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഓൺ ചെയ്തിട്ടതാണ്. ഇനി ഇവർ ഫുഡ് എടുത്ത് തുടങ്ങുക എന്നുള്ളത് മാത്രം ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഫുഡ് കഴിച്ചു തുടങ്ങിയാൽ പിന്നെ നാച്ചുറലായിട്ട് തന്നെ അവർ ഈ ടാങ്കിൽ സെറ്റ് ആയിക്കോളും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ഫുഡ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം ഇവർക്ക് വിശപ്പുണ്ടെങ്കിൽ കഴിക്കാനായിട്ട്. മാത്രമല്ല മറ്റ് മീനുകൾ ഈ ഫുഡ് കഴിക്കുകയും ചെയ്യും. അവർക്ക് ഇവരെ അറ്റാക്ക് ചെയ്യാനുള്ള ടെൻഡൻസി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവരെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് വരും വീഡിയോകളിലായിട്ട് നമ്മൾ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസ് മീനുകളെ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.